ഇപ്പൊ ഡ്രഗ് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഭയങ്കര ഇഷ്യൂ ആണ്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ. അപ്പൊ നമ്മുടെ ഈ സിനിമയിലും അങ്ങനെ അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടോ? ഉണ്ട് 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 ഉണ്ട്. ലൈക്ക് അതില് ഇപ്പൊ നമ്മള് ആക്ഷൻ ഹീറോ ബിജുവിലെ അമ്മേനെ ഉപദ്രവിക്കുന്നു ഡ്രഗ് അടിച്ചിട്ട്. ഇപ്പൊ ഈ ഒരു കേസ് വരുമ്പോഴും ആ സമയത്ത് പലരും പറഞ്ഞായിരുന്നു ആ കുട്ടി അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഫിനാൻഷ്യൽ ഇഷ്യൂ ആണെന്ന് പറയുന്നുണ്ട് വെഞ്ഞാറമ്മൂട് കേസില്. പക്ഷെ അതും ഒരു ഘടകമാണെന്നൊക്കെ പല റൂമേഴ്സ് ഒക്കെ വന്നായിരുന്നു. അപ്പൊ ഈ ഒരു സിനിമയിലും ഡ്രഗ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ ഇഷ്യൂ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? അത് സിനിമ ആണ്, സസ്പെൻസ് ആണല്ലേ? അതെന്ത് സിനിമനെ പറ്റി കൂടുതൽ പറഞ്ഞ സസ്പെൻസ് പൊളിയും. കാരണം ഇതില് ഇപ്പൊ ടൈറ്റില് മറ്റേ കയറ് കാണിക്കുന്നുണ്ട്, പിന്നെ ഒരു കാളേനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആണോ? എന്ന് വെച്ചാൽ സിനിമയുടെ കുറെ സസ്പെൻസ് ഉണ്ട്, അത് ഞാനിപ്പോ പൊളിച്ചാൽ ശരിയാവില്ല. അപ്പൊ നമ്മുടെ മൂവി റിലീസിന് 6th ഫെബ്രുവരിയില് വരുവാണ്. അപ്പൊ എന്താണ് തോന്നുന്നത്? എന്താ മൂവിനെ പറ്റി എന്താ കൂടുതൽ പറയാനുള്ളത്? മൂവി ഇങ്ങനത്തെ ഒരു നമ്മൾ നടന്നൊരു സംഭവത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു, അതേപോലെ തന്നെ ആയിരിക്കില്ലല്ലോ, എന്താണെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. ഇപ്പോഴത്തെ ഒരു സമൂഹത്തിന് ഇത് ആവശ്യമായ ഒരു സബ്ജക്റ്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അന്ന് കഥ കേട്ടപ്പോഴും അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇങ്ങനത്തെ സംഭവങ്ങൾ എങ്ങനെ ഒഴിവാക്കാമെന്ന് പോലും നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കുറച്ചാൾക്കാർക്ക് മനസ്സിലായ നല്ലതാണ്. ശരിയാ, ഇങ്ങനെ സംഭവിക്കുമ്പോൾ അയ്യോ ഇതൊക്കെ ഇപ്പൊ ഒരു സ്ഥലത്തൊരു സംഭവം ഉണ്ടായി, നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ അറിയണം എന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു സിനിമയോ സീരിയലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് ആൾക്കാർ അത് ഇങ്ങനെയാണ് സംഭവം, അപ്പൊ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാമെന്ന് അതിലൂടെ. ഒരു കുഞ്ഞിൻ്റെ അടുത്ത് നമ്മൾ കാര്യം അങ്ങനെ ചെയ്യരുതോട്ടോ അതാണ് മറ്റാന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് അനുസരിക്കില്ല. അത് അവൻ്റെ അടുത്ത് ഒരു സിനിമയോ സീരിയലോ കാണിച്ചിട്ട് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കും. അത് തന്നെയാണ് എല്ലാ മനുഷ്യരും അല്ലേ? പക്ഷെ ഇപ്പോ ഈ അടുത്തൊരു ഇത് വന്നിരുന്നല്ലോ, സിനിമ കണ്ടിട്ട് ആൾക്കാര് വഴി തെറ്റി പോവാണെന്ന് പറയുന്ന ഒരു കൂട്ടര് വന്നല്ലോ, മാർക്കോ ഒക്കെ ഇറങ്ങിയ സമയത്ത്. വഴി തെറ്റാൻ വേണ്ടിയിട്ടല്ല സിനിമ എടുക്കണേ, അതങ്ങനെ ആയാൽ അങ്ങനെ സംഭവിക്കുമെന്ന് മനസ്സിലാക്കി കൊടുക്കാണ്. അതെ. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു നെഗറ്റീവായിട്ട് ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. അതാണ്, അതങ്ങനെ നെഗറ്റീവായിട്ട് എടുക്കണോണ്ടാണ്. അങ്ങനെ അവർക്ക് എന്തായാലും ദോഷമല്ലേ സംഭവിക്കുന്നുള്ളൂ. അവർക്ക് ദോഷം സംഭവിച്ചോട്ടെ, എന്നാ പിന്നെ നല്ല കാര്യം, എനിക്കും അങ്ങനെ വരണമെന്ന് ആരും ചിന്തിക്കില്ല. അവർക്ക് ദോഷം സംഭവിച്ചു, അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യരുത് അല്ലെ, അതല്ലേ ചിന്തിക്കേണ്ടത്. ഇപ്പൊ എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു സാധനം കൊള്ളൂലെന്ന് സമൂഹത്തിന് മൊത്തം അറിയാം, പിന്നെ അത് ചെയ്യാണ്ടിരിക്കണല്ലേ നല്ലത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീ അപകടമാണ്, അത് തൊട്ടാ പൊള്ളും എന്നറിയാം, എന്നാ പിന്നെ അത് തൊടാണ്ടിരുന്ന. ശരിയാ, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ സിനിമ 6th ഫെബ്രുവരി റിലീസിന് റെഡി ആയിട്ടിരിക്കുകയാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും ഈ സിനിമ കാണണം. വളരെ എന്താ പറയാ, കുറെ നാടക കലാകാരന്മാരുടെ കൂട്ടായ്മ ഒത്തുചേർത്തുണ്ടാക്കിയ കുറച്ച് നല്ല നല്ല കുറെ ആൾക്കാരുടെ ഒരു സിനിമയാണ്. വളരെ കുറച്ച് ബഡ്ജറ്റിൽ ചെയ്തൊരു നല്ല സിനിമയാണ്. പിന്നെ ജനങ്ങൾക്ക് പ്രയോജനകരമായ കുറേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ പേടിക്കുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ കണ്ട് ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം, വിജയിപ്പിക്കണം. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വിജയകരമാകട്ടെ. ചേച്ചിയും എന്താ വെറൈറ്റി റോൾസിൽ നമ്മൾ മുന്നിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ.